സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ നാളെയാണ്. വിശ്വാസികളെല്ലാവരും തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. പാളയം പള്ളിയിൽ നിന്ന് അജീഷ് കൂടി ചേരുന്നുണ്ട്. അജീഷ് ജയകുമാർ കൂടി ചേരുന്നു. അജീഷ്, നാളെ ചെറിയ പെരുന്നാളാണെന്ന് ഇപ്പോൾ വിവരമെത്തിയിരിക്കുന്നു. അവിടെ അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരുന്നു ഓൾറെഡി. അവരെല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കുമല്ലേ? തീർച്ചയായും ഈ നാളെ ചെറിയ പെരുന്നാൾ എന്നുള്ളൊരു ഒരു വാർത്ത എത്തിയതോടെ ഈ പാളയം ഇമാമും അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മഹല്ല് കമ്മിറ്റികളിലുള്ളവരും എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ആ വാർത്ത നമ്മളെ അറിയിച്ചത്. ഇപ്പോൾ പാളയം ഇമാമം തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. നാളെ ചെറിയ പെരുന്നാൾ എത്തിയിരിക്കുന്നു, പിറകണ്ടിരിക്കുന്നു. വലിയ സന്തോഷം. തീർച്ചയായും നമ്മുടെ ഈദ് ഉൽ ഫിത്തറിന്റെ സന്തോഷം നമുക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ട് തന്നെ തുടങ്ങാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈദ് ഉൽ ഫിത്തറിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ 29 ദിവസം നോമ്പെടുക്കാൻ സാധിച്ചതിന് ദൈവം തമ്പുരാൻ പടച്ചതമ്പുരാൻ ആരോഗ്യം നൽകി. അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും പടച്ചതമ്പുരാൻ നൽകി. അതിനുള്ള സന്തോഷ പ്രകടനമാണ് ഈദ് ഉൽ ഫിത്തറിന്റെ സന്തോഷ പ്രകടനം എന്ന് പറയുന്നത്. ഈദ് എന്ന് പറഞ്ഞാൽ അത് ദൈവം തമ്പുരാനിലേക്കുള്ള അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. അതായത് നമ്മൾ 29 ദിവസത്തെ നോമ്പ് പൂർത്തീകരിച്ചതിന് ശേഷം ആനന്ദത്തോടുകൂടി അതിൻ്റെ ആത്മീയമായ ചൈതന്യവുമായി അതോടൊപ്പം തന്നെ പശ്ചാത്താപ മനസ്സുമായി ദൈവം തമ്പുരാനിലേക്ക് വിശ്വാസികൾ മടങ്ങുന്ന ദിനമാണ് ഈദ് ഉൽ ഫിത്തർ ദിനം എന്ന് പറയുന്നത്. ഈദ് ഉൽ ഫിത്തർ ദിനത്തിൽ പള്ളികളിലേക്കും അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലേക്കുമെല്ലാം നമസ്കാരത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന വിശ്വാസികൾ ആശീർവദിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മലക്കുകൾ പറയുമെന്നാണ് പറയുന്നത്. അതായത് പകൽ നിങ്ങളോട് നോമ്പെടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നോമ്പെടുത്തു, രാത്രി നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നമസ്കരിച്ചു, മജ്ജയും മാംസവുമുള്ള പാവപ്പെട്ട മനുഷ്യ മക്കളെ നിങ്ങൾ സഹായിച്ചു. ഇതിനെല്ലാം പ്രതിഫലമായി ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് സമ്മാനം നൽകുന്ന ദിനമാണ് ഇത്. ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയായിരുന്നു പാളയം പള്ളിയിലെ ഇമാം അജീഷ് ജയകുമാറാണ് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ദീപക് ധർമ്മടത്തിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ദീപക് പറഞ്ഞതുപോലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഏറ്റവും പ്രധാനമായും അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ഏറ്റവും ഇല്ലായ്മകളിൽ നിന്നുപോലും അതിങ്ങനെ പങ്കുവച്ചും ഒക്കെ വ്രതം അനുഷ്ഠിച്ച ഒരു കാലത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുതന്നെ ആകാം ഒരുപക്ഷെ ഈ ദിവസങ്ങൾ പങ്കുവയ്ക്കുന്നതും. ഇല്ലാത്തവന് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ പോലും അങ്ങോട്ട് പരസ്പരം സാഹോദര്യത്തോടെ പങ്കുവയ്ക്കുന്നു, സ്നേഹവും കരുണയും, അല്ലേ? അതുതന്നെയാണ് സ്മിത കാന്തപുരം ഉസ്താദ് പറയുന്നത് നമ്മൾ കേട്ടു കഴിഞ്ഞു. കഷ്ടപ്പാടിൻ്റെ ഇല്ലായ്മയുടെ ഒരു കാലത്തെ നോമ്പ് സ്മൃതികളാണ്, പെരുന്നാൾ സ്മൃതികളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഒരു കാരക്ക മുറിച്ചുകൊണ്ട് 6 പേർ നോമ്പ് തുറക്കുന്നത് നമുക്കിപ്പോൾ കാണാം. ഗ്രാൻഡ് മസ്ജിദിലെ ദൃശ്യങ്ങളാണ്. തക്ബീർ ധ്വനികൾ മുഴങ്ങുകയാണ്. 29 പൂർത്തിയാക്കി. നാളെ പെരുന്നാൾ മാസപ്പിറവി കണ്ടു കഴിഞ്ഞു. പൊന്നാനിയിലെ മാസപ്പിറവിക്ക് ശേഷം പെരുന്നാൾ ആഘോഷത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാ പള്ളി അങ്കണത്തിൽ ഇരുന്ന് പ്രാർത്ഥനകൾ നടക്കുന്നു, തക്ബീർ വിളികൾ, സന്തോഷം പങ്കിടൽ കാണുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു പരിശുദ്ധ റമദാന്റെ 29 ഉപവാസവും അതുപോലെ തന്നെ ഉപാസനയുമായുള്ള രാവും പകലും പിന്നിട്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. നാളെ ചെറിയ പെരുന്നാൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ഗ്രാൻഡ് മസ്ജിദിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മസ്ജിദിൽ നടക്കുന്ന ചെറിയ പെരുന്നാളിന്റെ തക്ബീർ ധ്വനികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സമീർ ബിൻ കരീമിലേക്ക് കൂടി പോകുന്നു. പാണക്കാടാണ് സമീർ ബിൻ കരീം ഉള്ളത്. സമീർ, ഒടുവിൽ ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു. നാളെയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അവിടെ ഇപ്പോൾ പ്രാർത്ഥനകളാണോ അതോ മറ്റുള്ള ഒരുക്കങ്ങൾ ആഘോഷങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞോ? സ്മിത, ഇപ്പോൾ ഈ പെരുന്നാളായതിൻ്റെ സന്തോഷം നമുക്ക് എല്ലായിടത്തും കാണാം. ഞാനിപ്പോഴുള്ള പാണക്കാടും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാണക്കാട് സാദിഖലി തങ്ങൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങനെ വ്രതകാലം അവസാനിച്ച് പെരുന്നാളിലേക്ക് കടക്കുകയാണ്. എന്താണ് വിശ്വാസികളോട് പറയാൻ? വിശ്വാസികൾ വളരെ സന്തോഷത്തോടെ ഈദ് ഉൽ ഫിത്തറിനെ വരവേൽക്കുകയാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം അതിനെ പിൻപറ്റിക്കൊണ്ട് ഇപ്പോൾ അള്ളാഹു തന്നെ ആ വിശ്വാസികൾക്ക് അവരുടെ വ്രതാനുഷ്ഠാനത്തിനൊക്കെ നൽകുന്ന ഒരു പാരിതോഷികമായിട്ട് പെരുന്നാൾ വരികയാണ്. ആ സുദിനം ഷവ്വാൽ 1 നാളെ വിശ്വാസികൾ വരവേൽക്കുന്നു. തിരിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ വിശ്വാസികളും ഉണ്ടല്ലോ, മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ഹൈന്ദവ സമൂഹങ്ങളുണ്ട്. അവരുടെയൊക്കെ ആഘോഷങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പെരുന്നാൾ 4 ദിവസം മുമ്പ് ഈസ്റ്റർ കഴിഞ്ഞു. ഇനിയിപ്പോൾ 4 ദിവസം കൂടി കഴിഞ്ഞാൽ വിഷുവും വരികയാണ്. അപ്പോൾ വിശ്വാസികളുടെ ആഘോഷത്തിൻ്റെ ഒരു സംഗമവേള കൂടിയായിട്ട് നമുക്ക് ഈ വർഷത്തെ ഈ പെരുന്നാൾ ദിവസങ്ങളെ കാണുവാൻ സാധിക്കും.
സാഹചര്യമൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു ആഘോഷം ഉണ്ടാകണമെന്നുള്ളതാണ് വിശ്വാസികളോട് പറയാനുള്ളത്? പ്രധാനമായിട്ടും നമ്മുടെ ആഘോഷം എന്നുള്ളത് അത് സാഹോദര്യം സൗഹൃദം പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ്. ഭക്ഷണം പങ്കുവെച്ചുകൊണ്ട് അതുപോലെ തന്നെ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പ്രധാനമായും കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത് പെരുന്നാളിൽ ഏറ്റവും പതിവായിട്ടുള്ളൊരു കാഴ്ച കൂടിയാണത്. അതിലൂടെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ആർക്കും സമയമില്ലല്ലോ, എല്ലാവരും അവരുടേതായ തിരക്കുകളിലാണ്. ആ തിരക്കുകളൊക്കെ അല്പം മാറ്റി വെച്ചുകൊണ്ട് ഉമ്മയെ കാണാൻ, ബാപ്പയെ കാണാൻ, സഹോദരങ്ങളെ കാണാൻ, അമ്മായിമാരെ കാണാൻ, അമ്മാവന്മാരെ കാണാൻ, എളാപ്പന്മാരെ കാണാൻ, ഇങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ ഈ ഒരു ദിവസത്തെ സന്ദർശനങ്ങളിലൂടെ എല്ലാവരും തയ്യാറാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കഠിനമായ ചൂടിന് കാലത്തായിരുന്നു ഈ പ്രധാന സമീർ ബിൻ കരിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ സന്ദേശം പകർന്നാണ് ചെറിയ പെരുന്നാൾ വരുന്നത്. ത്യാഗത്തിൻ്റെ ഒരു മാസത്തെ നോമ്പ് കാലമാണിപ്പോൾ കടന്നുപോയത്. അതിനുശേഷമുള്ള ആഘോഷം അത് സമാധാനത്തോടെ വേണം എന്നാണ് എല്ലാവരും തന്നെ ഉദ്ഘോഷിക്കുന്നത്. കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങളും എല്ലാവർക്കും ഈദ് ആശംസകൾ നേർന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ നോമ്പ് എന്നുള്ളത് നല്ല ഉഷ്ണമുള്ള ഒരു നോമ്പായിരുന്നു. അതായത് 29-ന് ഇന്ന് മാസം കണ്ടു. നാളെ ചെറുപെരുന്നാളാണ്. വളരെ ആഘോഷത്തിലും സന്തോഷത്തിലും തന്നെയാണ് എല്ലാവരും സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇനി റമദാനിൻ്റെ പെരുന്നാളിൻ്റെ ആഘോഷം എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിലും വിശ്വാസത്തിൽ ധൂർത്തും അനാചാരവും അതുപോലെ തന്നെ നമ്മുടെ ഈ അമിതമായ ആവേശങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് വിശ്വാസികളോട് പ്രത്യേകം പറയാനുള്ളത്. ഈ ഒരു ഇലക്ഷനൊക്കെ വരാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വിശ്വാസത്തിൽ നിന്ന് നേടിയെടുത്ത, അതായത് നോമ്പിൽ നിന്ന് നേടിയെടുത്ത ആ ഉന്മേഷവും ആവേശവും ശിഷ്ടജീവിതത്തിലും ഉണ്ടായിരിക്കണമെന്ന് വിശ്വാസികളെ ഉണർത്തുകയാണ്. ഒരു മാസം നീണ്ട റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാളെ ശവ്വാൽ മാസപ്പിറവിയാണ്. മാസപ്പിറവി ദർശിച്ചിരിക്കുന്നു. നാളെ ചെറിയ പെരുന്നാൾ. എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകളോടെ ഈ പ്രത്യേക ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. ഇനി മലബാറിലെ പ്രധാന മണ്ഡലങ്ങളിലെ ഉൾപ്പെടെ സർവേ ഫലങ്ങളോടെ അഭിപ്രായ സർവേയിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.